പ്രളയകാലത്തെ രക്ഷകരെ കൊറോണ കാലത്ത് മറക്കരുത്. ഒരു മഹാമാരിയെ നേരിടുന്നതിന് ലോകത്തിന് തന്നെ മാതൃകയായി കേരളമെമ്പാടും ഇന്ന് ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരുക്കങ്ങൾ നടത്തുകയാണ്, പ്രതിരോധങ്ങൾ നടത്തുകയാണ്. ഈ കാലത്ത് വിവിധ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി, ക്ഷേമനിധികളുടെ ഭാഗമായി പലതരത്തിലുള്ള തൊഴിലാളി വിഭാഗങ്ങൾക്ക് സർക്കാർ ക്ഷേമ പദ്ധതികൾ, പല പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവയിലൊന്നും ഉൾപ്പെടാതെ പോയവരാണ് മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെയും. അങ്ങനെ പ്രളയകാലത്തെ രക്ഷകരെ ഇത്തരത്തിൽ പാക്കേജുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് അത് ശരിയായൊരു കാര്യമല്ല. അത്തരത്തിലുള്ളൊരു അഭിപ്രായ രൂപീകരണത്തിന് എല്ലാവരുടെയും പിന്തുണ നമുക്ക് നേടിക്കൊടുക്കേണ്ടത് അനിവാര്യമാണ്. മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ചില കണക്കുകൾ ഉദ്ധരിച്ചു തന്നെ ആകണം. ഇന്ത്യയിലാകെ 1,60,96,975 മത്സ്യത്തൊഴിലാളികൾ ഉണ്ട് എന്നാണ് 2018 കണക്കുകൾ പറയുന്നത്. അതിൽ പുരുഷന്മാരായുള്ളത് 1,05,26,758, സ്ത്രീകളുടെ എണ്ണം 55,70,215. ഇതാണ് ഇന്ത്യയിലെ ആകെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കണക്ക്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൽ 10% കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ്. കേരളത്തിലെ കണക്ക് ഇങ്ങനെയാണ്: കേരളത്തിലാകെ 10,39,175 മത്സ്യത്തൊഴിലാളികളുണ്ട്. അതിൽ പുരുഷന്മാരുടെ എണ്ണം 4,14,134, സ്ത്രീകളുടെ എണ്ണം 3,66,840, കുട്ടികളുടെ എണ്ണം 2,58,201. ഇത് പൊതുവിൽ പറയാവുന്ന കണക്കാണെങ്കിലും ഇതിൽ തന്നെ വിവിധ തരത്തിലുള്ള മത്സ്യത്തൊഴിലാളി രജിസ്ട്രേഷനുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളി എന്നുള്ള ഔദ്യോഗിക രജിസ്ട്രേഷനുള്ള ആളുകളുടെ കണക്ക് വേറെയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആ കണക്ക് ഇങ്ങനെയാണ്: പുരുഷന്മാരായ 2,29,786 തൊഴിലാളികളും സ്ത്രീകളായ 98,338 തൊഴിലാളികളുമാണ് രജിസ്ട്രേഷൻ തലത്തിലുള്ള എണ്ണം പറയാവുന്നത്. അപ്പോൾ ഇവിടെ വിവിധ പദ്ധതികളെപ്പറ്റി പറയുമ്പോൾ മത്സ്യഫെഡും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയുമൊക്കെയാണ് ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ. കേരളത്തിലെ 331 പടിഞ്ഞാറൻ തീര മത്സ്യഗ്രാമങ്ങൾ, ഈ മത്സ്യഗ്രാമങ്ങളിൽ ഉൾപ്പെട്ടു വരുന്ന ആളുകളാണ് ഇന്ന് വറുതിയുടെ കാലത്ത്, ഈ കൊറോണ കാലത്ത് വറുതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡും മത്സ്യഫെഡുമാണ്. മത്സ്യഫെഡ് പ്രഖ്യാപിച്ച പദ്ധതിയാകട്ടെ 5,000 രൂപയുടെ ഒരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 75% തിരിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത്. ഈ 5,000 രൂപയുടെ പദ്ധതി ആർക്കാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ മത്സ്യഫെഡിൻ്റെ സന്നദ്ധ സംഘടനകൾ, രജിസ്ട്രേഷനായിട്ടുള്ള സംഘങ്ങൾ, ആ സംഘങ്ങളിൽ പോകുന്ന ആ സംഘങ്ങളിലെ വള്ളങ്ങളിൽ പോകുന്ന ആളുകൾക്കാണ് കിട്ടുന്നത്. അതുതന്നെ ഒരു 10,000 രൂപയെങ്കിലും ആക്കി ഉയർത്തണമെന്നാണ് പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ആവശ്യം. ഈ മത്സ്യഫെഡ് നൽകുന്ന ഈ 5,000 രൂപയുടെ പദ്ധതി, 5,000 രൂപയുടെ വായ്പാ പദ്ധതി 90% ആളുകൾക്കും ലഭിക്കുന്നില്ല. കാരണം അത് അവിടെ രജിസ്ട്രേഷനുള്ള ആ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഉയരുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മറ്റു ക്ഷേമനിധി ബോർഡുകളെ പോലെ സന്നദ്ധ സേവന പദ്ധതികളൊന്നും കൊണ്ടുവരാത്തത്, സഹായ പദ്ധതികൾ കൊണ്ടുവരാത്തത്? അതിനൊരുപക്ഷെ അവർ പറയുന്ന മറുപടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം വിലക്കിയിട്ടില്ലല്ലോ എന്നതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഫൈബർ വള്ളങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടലിൽ പോകുന്നത്. പരമ്പരാഗതമായി ഫൈബർ വള്ളങ്ങൾ കടലിൽ പോയാൽ തന്നെ അത് കരയിലെത്തിക്കുമ്പോഴുള്ള അതിനുള്ള വിപണന സാധ്യതകൾ, വില നിശ്ചയിക്കുന്നതിനുൾപ്പെടെയുള്ള ഇപ്പോൾ സാമൂഹിക അകലം പാലിക്കുന്നതിൻ്റെ ഭാഗമായി ആളുകൾക്ക് ഒരുമിച്ച് ചേരാൻ പറ്റാത്തതുകൊണ്ട് വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അപാകതകളുണ്ട്. അതൊന്നും ന്യായമായ രീതിയിൽ ആളുകളുടെ വറുതിക്ക് വരുതി വരുത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. പ്രതിദിനം 500 രൂപ വെച്ച് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. 60 ദിവസത്തേക്കെങ്കിലും പ്രതിദിനം 500 രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പുതിയ പാക്കേജ് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട്, ഈ കാലവുമായി ബന്ധപ്പെട്ട് ആ പാക്കേജ് പ്രഖ്യാപിക്കാനും അത് നടപ്പിൽ വരുത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാകണം. സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള ഒരു ശുപാർശയിൽ ഉൾപ്പെട്ടതാണ് ഈ പ്രതിദിനം 500 രൂപ എന്നുള്ള ഒരു പാക്കേജ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കാര്യത്തിലും കൃത്യമായ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഇവിടെ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ആധാർ അക്കൗണ്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ കണക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആധാർ അക്കൗണ്ടുള്ള കണക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ട രേഖകളിൽ സൂചിപ്പിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി എണ്ണം കണക്കിലെടുക്കുന്നതിനാണ് അത്ര ഈ ആധാർ അക്കൗണ്ട് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എത്ര മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ആധാർ അക്കൗണ്ട് മാത്രമല്ല, മറ്റു ID കാർഡുകൾ, മറ്റ് വിവിധ തിരിച്ചറിയൽ കാർഡുകൾ കൊടുക്കാൻ പറ്റുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തി, യഥാർത്ഥത്തിലുള്ള മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി, അതിന് ആധാർ ലിങ്ക് മാത്രം കണക്കിലെടുക്കാതെ മറ്റു തിരിച്ചറിയൽ രേഖകൾ കൂടി ഉൾപ്പെടുത്തി അത്തരത്തിലുള്ള ആളുകളെ കൂടി, മത്സ്യത്തൊഴിലാളികളായ ആളുകളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ
സർക്കാർ തയ്യാറാകണമെന്നാണ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ആകെ മത്സ്യത്തൊഴിലാളി ജനസംഖ്യയുടെ 10% കേരളത്തിൽ വരുമെന്ന് പറഞ്ഞല്ലോ. ഈ വരുന്ന 10% വിഭാഗങ്ങൾക്ക് വേണ്ടി 700 കോടി രൂപയുടെ പാക്കേജാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഈ 700 കോടി രൂപയുടെ പാക്കേജ് പോരാ, അതിന് മതിയാകാതെ വരും. പകരം ഒരു 2000 കോടി രൂപയുടെയെങ്കിലും പാക്കേജ് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ഈ കൊറോണ കാലത്ത് പ്രഖ്യാപിക്കണം. അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റു വിഭാഗങ്ങളിലുള്ള കർഷകർക്കൊക്കെ നൽകുന്ന പാക്കേജുകൾ പോലെ, അവർക്കൊക്കെ നൽകുന്ന സഹായധനങ്ങൾ പോലെ, അവർക്കൊക്കെയുള്ള ആശ്വാസ പദ്ധതികൾ പോലെ ഈ കൊറോണ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കും അത്തരം ആശ്വാസ പദ്ധതികൾ ഉണ്ടാകണം എന്നത് വളരെ വ്യക്തമായി നാം എല്ലാവരും അധികാരികളെ ഓർമ്മിപ്പിക്കേണ്ട, അത്തരമൊരു ആശയ രൂപീകരണത്തിന് അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു കാര്യമാണ്. പ്രളയകാലത്ത് രക്ഷകരായി മാറിയവർ ഈ കാലത്ത് അവരെ വറുതിയുടെ തീരങ്ങളിലേക്ക് നാം അവരെ വിട്ടുകൊടുക്കരുത്. അവരെ സഹായിക്കാൻ നാം എല്ലാവരും ഒരുമിച്ച് മുന്നിട്ടിറങ്ങണം. വിവിധ പദ്ധതികളുടെ ഭാഗമായി കേരളത്തിലെ വിവിധ കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണെങ്കിലും മറ്റു പല പദ്ധതികളുടെയൊക്കെ ഭാഗമായി വിവിധ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ, വായ്പാ പദ്ധതികളുടെ പ്രഖ്യാപനം നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കരുത്, അവരതിൽ നിന്ന് മാറ്റി നിർത്തരുത് എന്ന് നമുക്ക് ഒരുമിച്ച് ആവശ്യപ്പെടേണ്ട ഒരു സമയമാണിത്. ഈ കൊറോണ കാലത്ത് മത്സ്യ വിപണനത്തിന് നേരിടുന്ന വിഷയം കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. സാമൂഹ്യ വ്യാപനം ഒഴിവാക്കുന്നതിന് വേണ്ടി ലേലം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഒഴിവാക്കപ്പെട്ടപ്പോൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം അതിന് ന്യായമായ വില ഈടാക്കി പല ഘട്ടങ്ങളിലും റിപ്പോർട്ടുകൾ കണ്ടത് മത്സ്യഫെഡ് വിലയിടുന്നത് യഥാർത്ഥ വിലയേക്കാൾ പല ഇരട്ടിയാണെന്നാണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ന്യായമായ വില ഈടാക്കി ഇതിന് ശരിയായ ഒരു വിപണനം നടത്താൻ ഇവിടെ മത്സ്യഫെഡ് തയ്യാറാകണം. അതിനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാക്കിയെടുക്കണം. മറ്റൊരു കാര്യം, കേരളത്തിലെ എല്ലാ ക്ഷേമനിധി ബോർഡുകളും വിവിധ പദ്ധതികൾ അവരവരുടെ തൊഴിലാളികൾക്ക് വേണ്ടി ഈ കൊറോണ കാലത്ത് പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മാത്രം അങ്ങനെ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാത്തത് എന്ന് വ്യാപകമായ സംശയം ആളുകളുടെ ഇടയിലുണ്ട്. തിരിച്ചറിയേണ്ട കാര്യം, ഇപ്പോൾ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിൽ പോലും ഈ മേഖലയിലും കൃത്യമായ പ്രശ്നങ്ങൾ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ആളുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡും വിവിധങ്ങളായ സഹായ പദ്ധതികളുമായി രംഗത്ത് വരാൻ തയ്യാറാകണം. ഇൻഷുറൻസ് പദ്ധതിയുടെ തീയതിയുടെ കാര്യങ്ങളെല്ലാം, അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡും മത്സ്യഫെഡുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്ന, കൂടുതൽ കരുതലോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാലം ആണ് നാം ആവശ്യപ്പെടുന്നത്. മത്സ്യഫെഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ എല്ലാവർക്കും വ്യാപിപ്പിക്കാനുള്ള രീതിയിലേക്കായിരിക്കണം. ചുരുക്കം ചില ആളുകളിലേക്ക് മാത്രം അതിൻ്റെ ക്ഷേമ പദ്ധതികൾ ഒതുങ്ങിപ്പോകുന്ന രീതിയിൽ അത്തരമൊരു പരാമർശങ്ങളോ അത്തരം പരിദേവനങ്ങളോ ഈ മേഖലയിൽ ഉണ്ടാകാതിരിക്കാനും നാം ശ്രദ്ധിക്കണം.